ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് മാങ്ങ അച്ചാർ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ 2 മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പികൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തുറമാങ്ങ അച്ചാറിൻ്റെയും അതുപോലെ തന്നെ എണ്ണമാങ്ങ അച്ചാറിൻ്റെയും റെസിപ്പികൾ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലാരെങ്കിലും വന്ന് ട്രൈ ചെയ്ത് നോക്കിയോ? എൻ്റെ ഈ റെസിപ്പികൾ നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വിവരം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ അച്ചാറുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഉലുവ മാങ്ങ അച്ചാറാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ മാങ്ങാ സീസണിൽ ഇതുപോലെ ഉലുവ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാണ്ട് ഭരണികളിൽ സൂക്ഷിക്കുമായിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഉലുവ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 5 മാങ്ങ അതിൻ്റെ ചുണയൊന്നും കളയാതെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ബോട്ടിലാവുന്നത് കൊണ്ട് ഞാനിവിടെ 5 മാങ്ങയെ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ 4 ഭാഗവും നമുക്ക് ചെത്തിയെടുക്കണം. ചെത്തിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയിൽ നിന്ന് നമ്മളിത് അടർത്തിയെടുക്കാൻ പാടില്ല. ഇതുപോലെ ചെത്തിയെടുക്കാവൂ. ഓരോ മാങ്ങയുടെയും 4 വശവും നമുക്ക് ഇതുപോലെ ചെത്തിയെടുക്കാം. ഇങ്ങനെ 5 മാങ്ങയും ഞാനിവിടെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടി തയ്യാറാക്കാം. അതിനുവേണ്ടി അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 5 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലെ ഓരോ മാങ്ങയും ഈ മസാലപ്പൊടികളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലെ ഓരോ മാങ്ങയിലേക്കും നമുക്ക് ഈ മസാലപ്പൊടികൾ ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ മാങ്ങകൾ ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 5 മാങ്ങകളിലേക്കും നമ്മൾ ഇതുപോലെ മസാല നിറച്ച് കൊടുക്കുക. അങ്ങനെ ഈ 5 മാങ്ങയിലും ഞാൻ മസാലപ്പൊടികൾ ഇതുപോലെ നിറച്ചതിന് ശേഷം കുപ്പിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ബാക്കിയുള്ള മസാലകൾ കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മസാല മുഴുവനായിട്ട് നമുക്ക് ഈ കുപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന് മുകളിലേക്ക് ചൂടാക്കി തണുപ്പിച്ച നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉലുവ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം ഞാൻ ഈ അച്ചാറിൻ്റെ ബോട്ടിലൊന്ന് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇപ്പോൾ നല്ലവണ്ണം താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒരു വാഴയില വാട്ടിയതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് നല്ലെണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഈ അച്ചാറിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ അച്ചാർ നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ടേ നമുക്കിതൊന്ന് തുറന്ന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഈ അച്ചാർ പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വാഴയില വാട്ടി എണ്ണ പുരട്ടി വെക്കുന്നത്. ഇതിന് മുകളിലേക്ക് കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബോട്ടിൽ അടച്ച് വെച്ച് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്കത് തുറന്ന് ഉപയോഗിക്കാം. അങ്ങനെ 6 മാസം കഴിഞ്ഞ് നമ്മൾ ഈ അച്ചാർ തുറന്ന് ഉപയോഗിക്കുമ്പോൾ ഇത് നല്ലവണ്ണം ടേസ്റ്റി ആയിരിക്കും. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറായിരിക്കും ഇത്. ഇപ്പോൾ നമുക്കിത് രുചിച്ച് നോക്കിയാലൊരു കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണിത് നല്ല ടേസ്റ്റുള്ള അച്ചാറായി മാറുക. അപ്പോൾ അതിനു മുമ്പ് ഇത് പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് വാഴയിലൊക്കെ വാട്ടി എണ്ണ പുരട്ടി വെച്ചിരിക്കുന്നത്. കാരണം ഇതിൽ ഒരു വിനാഗിരിയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ വെറും എണ്ണയും മസാലപ്പൊടികളും മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഉലുവ മാങ്ങ അച്ചാർ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഈ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.